ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. ഈ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി അമേരിക്കയും സോവിയറ്റ് റഷ്യയും തമ്മിൽ വലിയ യുദ്ധത്തിന് കാരണമായി എന്ന സത്യം ചരിത്രത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. കാരണം അമേരിക്കയുടെ കാൽക്കീഴിൽ ഒരു മിസൈൽ സ്ഥാപിച്ചാൽ അമേരിക്ക എത്രത്തോളം അപകടത്തിലാകും. അങ്ങനെ ഒരു സംഭവമായിരുന്നു ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. ഇപ്പോൾ റഷ്യയും സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പോവുകയാണ്. ഒരു റഷ്യൻ മിസൈൽ അന്തർവാഹിനി അമേരിക്കയുടെ പ്രദേശങ്ങൾ വളയാനുള്ള യുദ്ധക്കരാറിനായി ക്യൂബയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. മാത്രമല്ല, സോവിയറ്റ് റഷ്യ കാലഘട്ടത്തിൽ അമേരിക്കയ്ക്ക് എങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കൊടുത്തിരുന്നത്, അതുപോലൊരു സാഹചര്യമാണ് റഷ്യ ഇപ്പോൾ നൽകാൻ പോകുന്നത്. ഇതെല്ലാം വിശദമായി ഈ വീഡിയോയിലൂടെ കാണാം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ ആഗ്രഹിച്ചാലും വെസ്റ്റേൺ കൺട്രീസ് അത്ര എളുപ്പത്തിൽ അത് സംഭവിക്കാൻ അനുവദിക്കില്ല. റഷ്യയെ ആക്രമിക്കാൻ അമേരിക്ക നാറ്റോയ്ക്ക് അനുമതി നൽകിയതാണ് ഇതിന് പ്രധാന കാരണം. മാത്രമല്ല, 225 മില്യൺ കോടി അമേരിക്ക ഉക്രൈന് നൽകിയിട്ടുണ്ട്. ഈ 225 ദശലക്ഷം ഒരു സാധാരണ തുകയല്ല, ലോങ് റേഞ്ച് ആയുധങ്ങൾക്കുള്ള പാക്കേജാണ് ഇതെന്നും അമേരിക്ക അറിയിച്ചു. ചികിത്സാ സഹായമോ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് സഹായമോ ഇവ ഒന്നിനും ഈ ഒരു തുക ഉപയോഗിക്കില്ല. മുഴുവനും ലോങ് റേഞ്ച് ആയുധങ്ങൾക്കുള്ള പാക്കേജ് ആയിരിക്കും ഇതെന്ന് പറഞ്ഞു. മാത്രമല്ല, ജോ ബൈഡൻ ഒരു അഭിമുഖത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറഞ്ഞു. റഷ്യ ആക്രമിക്കാൻ അമേരിക്ക നാറ്റോയ്ക്ക് ഇതിനകം തന്നെ അനുമതി നൽകിയിട്ടുണ്ട്. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോസ്കോയെ ആക്രമിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ള തിരിച്ചുള്ള ചോദ്യത്തിന് ജോ ബൈഡൻ പറഞ്ഞത്, ഇല്ലില്ല, മോസ്കോയെ ആക്രമിക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല, എന്നാൽ റഷ്യ ആക്രമിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മോസ്കോയെ ആക്രമിക്കാൻ പാടില്ല എന്ന് ഉക്രൈൻ ഒരു കണ്ടീഷൻ കൊടുത്തു. എന്നാൽ ഫ്രണ്ട് ലൈനിൽ നിന്നും 200 മൈൽ വരെ റഷ്യ ആക്രമിക്കാൻ നാറ്റോയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്. 200 മൈൽ എന്നത് മോസ്കോയെ ആക്രമിക്കുന്നതിനേക്കാൾ വലുതാണ്. കാരണം അതിർത്തി പ്രദേശങ്ങൾ 10,000 ചതുരശ്ര മീറ്ററിലധികം വരുന്നതാണ്. എല്ലാ സ്ഥലങ്ങളും ആക്രമിക്കാൻ ഉക്രൈന് അനുവാദം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉക്രൈനും ആ ഒരു അംഗീകാരം വാങ്ങിയിട്ട് ബോർഡറിൽ വലിയ വലിയ ആക്രമണങ്ങളും നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അമേരിക്ക ചെയ്യുന്നതും ശ്രദ്ധിക്കുന്നുണ്ട്, നാറ്റോ ചെയ്യുന്നതും നിരീക്ഷിക്കുന്നുണ്ട് എന്ന് റഷ്യയുടെ വിദേശകാര്യ മന്ത്രി പറഞ്ഞു. ഞങ്ങളുടെ അതിർത്തിയിലേക്ക് ഏത് തരം ആയുധങ്ങളാണ് വരുന്നത്? ഇപ്പോൾ ബെൽഗ്രോഡ് ആക്രമണത്തിൽ വലിയ ആയുധങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ റഷ്യയുടെ ടെറിട്ടറിക്കുള്ളിൽ ജനസംഖ്യ കൂടുതലുള്ള റഷ്യൻ മേഖലയിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ ആയുധം പ്രവേശിച്ചാൽ ആ നാടിനെതിരെ അവരുടെ എയർ സ്പേസിൽ ഞങ്ങളുടെ ആയുധങ്ങൾ പ്രവേശിക്കും എന്നുള്ളൊരു വാണിംഗ് കൂടെ കൊടുത്തു. ഒരു വശത്ത് റഷ്യ ആക്രമിക്കാൻ ഉക്രൈന് അമേരിക്ക തന്നെ ഒരുപാട് ആയുധ സഹായം ചെയ്യുന്നു. ഇപ്പോൾ പലർക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. റഷ്യ അറ്റാക്ക് ചെയ്താൽ തിരികെ പ്രതികരിക്കാൻ വേണ്ടിയല്ലേ അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുന്നത് എന്ന് ചോദിക്കാം. ഇങ്ങനെ ആയുധങ്ങൾ നൽകുന്നതിന് പകരം റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. അതിനുള്ള കഴിവും അവർക്കുണ്ട്. ഇന്നലെ വെസ്റ്റേൺ മീഡിയയിൽ ഒരു ലേഖനം പുറത്തു വന്നു. ഈ ബ്രിട്ടന്റെ ചതി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം 2022 ഏപ്രിൽ അവസാനിക്കുമായിരുന്നു. ഉക്രൈന്റെ നെഗോഷിയേറ്റർ ഒരാൾ അയാളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ടായിരുന്നു ഈ ഇന്റർവ്യൂ കൊടുത്തത്. അയാൾ പറഞ്ഞത്, ബ്രിട്ടൻ പറഞ്ഞത് കേൾക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ കരാറിന് തയ്യാറാകുമായിരുന്നു. ഉക്രൈൻ റഷ്യ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ റഷ്യ സമാധാന ചർച്ചയിൽ പങ്കെടുത്തിരുന്നുവെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ഉക്രൈൻ ബ്രിട്ടന്റെ പദ്ധതി അംഗീകരിച്ചതിനാൽ ഈ ഒരു യുദ്ധം 2 വർഷമായി തുടരുകയാണ്. റഷ്യയും ഉക്രൈനുമല്ല യുദ്ധത്തിന് കാരണം. റഷ്യയ്ക്ക് എതിരായ ഈ യുദ്ധം നാറ്റോയും പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്നാണ് നടത്തുന്നത്. അടുത്തത് റഷ്യയുടെ ആണവ അന്തർവാഹിനിയും 3 യുദ്ധക്കപ്പലുകളും ജൂൺ 12 മുതൽ 17 വരെ വെനസ്വേലയിലും ക്യൂബയിലും പ്രധാനപ്പെട്ട അഭ്യാസത്തിൽ പങ്കെടുക്കും. ഇത് റഷ്യയുടെ അധികൃതർ തന്നെ സ്ഥിരീകരിച്ചതാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ്. വെറും 400 മൈൽ മാത്രമാണ് ഈ പോർട്ട്ലാൻഡിൽ നിന്നും അമേരിക്കയുടെ മെയിൻലാൻഡിലേക്ക്. ഒരു കാര്യം ചിന്തിച്ചു നോക്കുക, റഷ്യക്കെതിരായ ഒരു ആണവായുധം ഉക്രൈനിലോ അമേരിക്കയുടെ സൗഹൃദ നാടുകളോ നാറ്റോയിൽ ചേർന്നതിന് ശേഷം വയ്ക്കുകയാണെങ്കിൽ അതിന് റഷ്യ നിശബ്ദത പാലിക്കണം. എന്നാൽ ഇതുപോലെ അമേരിക്കയ്ക്ക് കീഴിലുള്ള ഒരു നാട്ടിൽ, അമേരിക്കയ്ക്ക് അടുത്തുള്ള ഒരു നാട്ടിൽ റഷ്യ ഏതെങ്കിലും ഒരു സൈനിക അഭ്യാസത്തിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു മിസൈൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അത് ലോക സമാധാനം നഷ്ടപ്പെടുത്തുമെന്നാണ് അമേരിക്ക പറയുന്നത്. ഇതെങ്ങനെയാണ് ന്യായമാവുക? ക്യൂബയിൽ നടക്കുന്ന ഈ സൈനികാഭ്യാസത്തെക്കുറിച്ച് ക്രെംലിൻ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. അത് സജീവമായി തൊടുത്തുവിടുമോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അഭ്യാസം നടത്തും, ഇങ്ങനെയുള്ള യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. ക്യൂബയുടെ നേതാക്കൾ ചില ദിവസങ്ങൾക്ക് മുൻപ് റഷ്യയിലെത്തിയിരുന്നു. ക്യൂബയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ അവർ നിരവധി കരാറുകൾ ഒപ്പുവെച്ചു.
ആ കരാറിന്റെ ഭാഗമാണ് ഈ ഒരു അഭ്യാസം. സോവിയറ്റ് റഷ്യയുടെ കാലത്ത് അവർക്ക് അമേരിക്കയെ ചുറ്റിയുള്ള പല നാടുകളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. വീണ്ടും ആ ഒരു സ്വാധീനം കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വ്ളാഡിമിർ പുടിൻ ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോവിയറ്റ് റഷ്യയുടെ ഇൻഫ്ലുവൻസ് ഈ ലോകത്ത് എത്രത്തോളം ഉണ്ടായിരുന്നോ അത്രത്തോളം ഇൻഫ്ലുവൻസ് പുടിൻ പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്നു. ചില സ്ഥലങ്ങൾ ഇനി അമേരിക്കയ്ക്കെതിരായിട്ടുള്ള നാടുകൾ കൂടി റഷ്യ കൈവശപ്പെടുത്തിയാൽ, അവരുടെ കൺട്രോളിലാക്കിയാൽ മാത്രം മതി അമേരിക്കയുടെ കളി പതിയെ അവസാനിക്കും. പുടിൻ വീണ്ടും സോവിയറ്റ് റഷ്യ എന്നൊരു സാമ്രാജ്യം പണിതുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിന് തുടക്കമിട്ടത് ക്യൂബയിലേക്ക് റഷ്യ ന്യൂക്ലിയർ സബ്മറൈൻ കൊണ്ടുപോകുന്നതാണ്. അമേരിക്ക ക്യൂബയെ ഭയക്കുന്നതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, റഷ്യയിൽ നിന്നും ഒരു മിസൈൽ പോവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു 20-30 മിനിറ്റോളം ലഭിക്കും അതിനെ ട്രാക്ക് ചെയ്യാൻ, അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നൊക്കെ പദ്ധതിയിടാൻ. എന്നാൽ ഇതേ മിസൈൽ ക്യൂബയിൽ നിന്നാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു ആണവായുധം പോവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് പ്രതികരിക്കാൻ സമയമുണ്ടാകില്ല. ഒരു 5-10 മിനിറ്റ് പോലും ലഭിക്കില്ല. അത് മിസൈലിന്റെ തരവും വേഗതയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഫ്രാൻസിൽ നിന്നുള്ള മറ്റൊരു അറിയിപ്പ്, മിറാഷ് 2000 ഉക്രൈന് ഫ്രാൻസ് നൽകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മിറാഷ് 2000 വളരെ കഴിവുള്ള ഒരു യുദ്ധവിമാനമാണ്. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. ഇങ്ങനെ ഒരു യുദ്ധവിമാനം ഫ്രാൻസ് നൽകുന്നത് ഈ ഉക്രൈൻ യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ആരും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഈ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ എങ്ങനെയെങ്കിലും സമാധാന ചർച്ച നടത്തൂ, യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ലോകത്തിലെ പല നാടുകൾ പറയുമ്പോഴും നിങ്ങൾ മില്യൺ കണക്കിന് ആയുധങ്ങൾ കൊടുക്കുകയാണ്. യുദ്ധവും അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നത്, ഉക്രൈനിലേക്ക് അമേരിക്കൻ സൈനികരെ വിന്യസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബൈഡൻ തീർച്ചയായും അത് ചെയ്യും. കാരണം 1973 വാർ പവർ റെസൊല്യൂഷൻ അമേരിക്കയിൽ കൊണ്ടുവന്നതിനു ശേഷം കോൺഗ്രസിന്റെ അപ്രൂവൽ ഇല്ലാതെ ഒരു നാട്ടിൽ അമേരിക്കൻ സൈനികരെ വിന്യസിപ്പിക്കാൻ പ്രസിഡന്റിന് പൂർണ്ണ അധികാരം ലഭിച്ചു. കൊണ്ടുപോയി 48 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിന് ഒരു വിജ്ഞാപനം നൽകിയാൽ മാത്രം മതി. എന്നാൽ 60 ദിവസം മാത്രമേ സൈനികർക്ക് അവിടെ തങ്ങാൻ അനുമതി ലഭ്യമുള്ളൂ. അതിനുശേഷം കോൺഗ്രസിന്റെ അംഗീകാരം ഇല്ലാതെ സൈനികർക്ക് അവിടെ തങ്ങാൻ സാധിക്കില്ല. ഈ ഒരു ശക്തി ഉപയോഗിച്ച് ബൈഡൻ തീർച്ചയായും അമേരിക്കൻ സൈനികരെ ഉക്രൈനിലേക്ക് വിന്യസിപ്പിക്കും. ഈ യുദ്ധം ഇങ്ങനെ അവസാനിക്കാതെ നീണ്ടുപോകുമ്പോൾ, ഇതിനുശേഷം എന്ത് ചെയ്യണമെന്ന് എല്ലാ നാടുകളും ചിന്തിക്കുമ്പോൾ, ഉക്രൈനെ ജയിപ്പിക്കാൻ ബൈഡൻ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്നും വിവരങ്ങൾ പുറത്തു വരുന്നു. അടുത്തത് റഷ്യയുടെ സെന്റ് പീറ്റേഴ്സ്ബർഗ് എക്കണോമിക് ഫോറം. റഷ്യ വളരെ കാലമായി ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു ബഹുധ്രുവ ലോകമാണ്. ലോകത്തെ മാറ്റിമറിക്കുന്ന ആദ്യത്തെ സാമ്പത്തിക ഫോറമാണിത്. എല്ലാ നാടുകളും അമേരിക്കയെ ആശ്രയിച്ചിരിക്കുമ്പോൾ അമേരിക്കയെ മറികടന്ന് ലോകത്തിൽ മറ്റു പല പ്രധാന നാടുകൾ ഈ ലോകത്തിൽ ഉണ്ട് എന്നുള്ളത് ഈ എക്കണോമിക് ഫോറം ലോക നാടുകൾക്ക് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ റഷ്യയിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സോവിയറ്റ് റഷ്യയെ തിരികെ കൊണ്ടുവരാൻ വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നുണ്ടോ? ക്യൂബയിലേക്ക് ഈ മിസൈലുകൾ കൊണ്ടുവന്ന് വച്ചാൽ അത് അമേരിക്കയ്ക്ക് എങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കുക? റഷ്യയ്ക്ക് അത് ചെയ്യാൻ സാധിക്കുമോ? അതോ അമേരിക്കയെ ഭീഷണിപ്പെടുത്താനുള്ള പ്രചരണം മാത്രമാണോ ഇത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.